എന്നാലും വി എന്തിനാ ജെനിയുടെ ബിൽഡിങ്ങിന്റെ അടുത്തുകൂടെ പോയത്? എന്നാലും അതല്ലല്ലോ. എന്താന്നറിയില്ല, ഈ കെ മീഡിയക്ക് ഐഡൽസിന്റെ ഡേറ്റിംഗ് റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. പ്രത്യേകിച്ച് കൊറിയൻ ബൂ പോലുള്ള പോർട്ടൽസിന് എപ്പോഴും BTSന്റെ ഡേറ്റിംഗ്സും ഷിപ്പിംഗ്സും ഒക്കെ തന്നെയാണ് പ്രധാന ജീവിതമാർഗം. എന്ത് ചെയ്യാൻ അഡ്മിനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ? ഇപ്പതേ എവിടെ നോക്കിയാലും വീടേയും ജെനിയുടെയും ഡേറ്റിംഗ് റൂമേഴ്സാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ K-pop ഇൻഡസ്ട്രിയിൽ അത്ര പുതിയ കാര്യമൊന്നുമല്ല. ഒരു 3 വർഷം മുമ്പ് ഇന്റർനെറ്റിൽ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. വിയും ജെനിയും കൈകോർത്ത് പിടിച്ച് പാരീസ് സ്ട്രീറ്റിലൂടെ നൈറ്റ് വാക്കിന് പോയൊരു വീഡിയോ ആയിരുന്നു അത്. അന്ന് KBS ന്യൂസ് അടക്കം പല മീഡിയാസും കവർ ചെയ്ത സംഭവമായിരുന്നു ഇത്. എന്നാൽ അത് വിയും ജെനിയും അല്ലാന്ന് സമർത്ഥിക്കുന്ന ഒട്ടനവധി തെളിവുകളുമായി ആർമീസ് അന്ന് രംഗത്തെത്തിയിരുന്നു. പിന്നീട് വിയുടെ കോസ്പ്ലേ ചെയ്യുന്ന ഒരു വ്യക്തി അത് താനും തന്റെ സുഹൃത്തുമായിരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഈ നിമിഷം വരെ വിയോ ജെനിയോ ഈ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല. പിന്നീട് അത് വലിയ ചർച്ചയൊന്നും ആയിട്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ ഇപ്പോഴും ഇന്റർനെറ്റിലെ ഒരു തലവേദനയായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പൊ ഇതാ ഇവരുടെ ഡേറ്റിംഗ് റൂമേഴ്സിനെ വീണ്ടും ചൂട് പിടിപ്പിച്ചുകൊണ്ട് മറ്റൊരു സംഭവം കൂടി പുറത്തു വന്നിട്ടുണ്ട്. AMA അവാർഡ്സിൽ ജെനിയുടെ പേര് അനൗൺസ് ചെയ്ത സമയത്ത് അവിടെ ബ്ലിങ്സ് ജെനിയുടെ പേര് ചിറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിയുടെ റിയാക്ഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ജെനിയുടെ പേരും പാട്ടും വന്നപ്പോൾ വി സ്ക്രീനിലേക്ക് നോക്കി ചിരിക്കുന്നത് ആരോ ക്യാമറയിലേക്ക് പകർത്തി. അതുമാത്രല്ല, വിയുടെ റിയാക്ഷൻ കണ്ട് ജിമിൻ വിയെ നോക്കി കളിയാക്കി ചിരിക്കുന്നതായും വീഡിയോയിൽ കാണാം. ഇതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വിയുടെ വ്ളോഗ് പുറത്തിറങ്ങിയത്. ആ വ്ളോഗില് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ പുറത്തെ കാഴ്ചകളില് ജെനിയുടെ പുതിയ കമ്പനി ബിൽഡിംഗ് ഏതാനും സെക്കൻഡുകൾ മാത്രം കാണിച്ചിരുന്നു. വെറും കുറച്ച് സെക്കൻഡുകൾ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ആ സമയത്ത് വിയുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരന്റെ ഫേസ് റിയാക്ഷനും ഒക്കെ ആയിട്ട് വീഡിയോ ഇപ്പോൾ വൈറലാണ്. വി ഇൻഡയറക്റ്റായി ജെനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ ഇടയ്ക്കിടെ വി അവിടെ വരുന്നതിനാൽ പെട്ടെന്ന് അവിടേക്ക് അറിയാതെ വണ്ടി എടുത്തതാണോ എന്നൊക്കെയാണ് ആളുകൾക്കുള്ള സംശയം. ഇതുകൂടാതെ ആ വ്ളോഗില് വി ഒരു നീല ഷർട്ട് ഇടുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള ഒരു നീല സ്വെറ്റർ ജെനി ഒരു ഷോപ്പിൽ വെച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു വീഡിയോയും ഇപ്പോൾ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ വീഡിയോയില് ജെനി തന്റെ ബോയ് ഫ്രണ്ടിന്റെ സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ആ സ്ഥാപനത്തിൽ വെച്ച് ജെനി മറ്റൊരാൾക്ക് ജാക്കറ്റ് ഇട്ട് കൊടുക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് വ്ളോഗില് വിയും ജാക്കറ്റ് ധരിക്കുന്നത്. ഇരുവരും ഒരേപോലെയുള്ള സ്റ്റൈലിങ്ങും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ കൊണ്ട് തന്നെ ഇവര് റിലേഷൻഷിപ്പിലാകാമെന്നാണ് ഇവര് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ അന്നത്തെ പാരീസ് വീഡിയോയുടെ അത്രയ്ക്കൊന്നും പോപ്പുലാരിറ്റി ഇതിനൊന്നും കിട്ടിയിട്ടില്ല. കാരണം ആർമീസ് ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ്. നമ്മൾക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാനും പ്രതികരിക്കാനും ഒന്നിനും സമയമില്ല. BTSന്റെ ഫാൻസിനെ അത്രയ്ക്കും ബിസി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. വേൾഡ് ടൂർ, AMA, JKയുടെ വ്ളോഗ്സ്, CK-JK കൊളാബ്, FIFA അപ്ഡേറ്റ്, ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഏട്ടൻ്റെ മാരത്തോൺ, അതിലേറ്റവും പ്രധാനപ്പെട്ട നംജൂണിയുടെ വ്യൂവേഴ്സ് ലൈവ്, പിന്നെ മറ്റു മെമ്പേഴ്സിൻ്റെ തുടരെയുള്ള വ്യൂവേഴ്സ് ലൈവുകൾ, അങ്ങനെ ഇടം വലം തിരിയാൻ സമയമില്ല ആർമിക്ക്. ഈ കൊറിയൻ ബൂ പോലുള്ള ഏതെങ്കിലും മീഡിയ വന്ന് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് ഇതൊന്നും ഒരിക്കലും സത്യമാവാൻ പോകുന്നൊന്നുമില്ല, ഒഫീഷ്യലി ഐഡൽസ് കൺഫേം ചെയ്യുന്നത് വരെ. കാരണം വിയും ജെനിയും കൊറിയ തന്നെയാണുള്ളത്. പിന്നെ വിയുടെ വ്ളോഗില് വി ആ ബ്ലൂ ഷർട്ട് മാത്രമല്ല വേറെയും ഡ്രസ്സസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുപയോഗിക്കുന്ന സെയിം ആക്സസറീസ്. കയ്യിൽ പൈസ ഉണ്ടോ എന്നാൽ നമുക്കും വാങ്ങാം ആ സെയിം ബ്രാൻഡിന്റെ സെയിം പ്രോഡക്ട്സ്. എന്നിട്ട് നമുക്ക് അടിച്ചിറക്കാന്നേ ഓരോ പ്രേമകഥകള്. വെറും അനുമാനങ്ങളും എഡിറ്റ് ചെയ്ത ചിത്രങ്ങളും വെച്ചുണ്ടാക്കുന്ന ഇത്തരം ഗോസിപ്പുകൾക്ക് യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരിക്കില്ല. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവരുപയോഗിക്കുന്ന ബ്രാൻഡുകൾ മറ്റുള്ളവരും ഉപയോഗിച്ചേക്കാം. രണ്ടുപേരും ഒരേ ബ്രാൻഡിന്റെ ഡ്രസ്സോ ആക്സസറീസോ ഇട്ടാ അതോടനെ കപ്പിളായിട്ടായി. എന്തൊക്കെ രീതിയിലാണ് വാർത്തകൾ വളച്ചൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് നല്ലൊരു നമസ്കാരം കൊടുത്ത് നമുക്ക് നമ്മുടെ ഐഡൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരാം. ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് വരെ ഇത്തരം തള്ളലുകൾ എന്തായാലും നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല.